ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ സ്മൂത്തനിങ് ചെയ്യാൻ പോയ കണ്ടാണ് ഹെയർ. അതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ പോയി സ്പാ ചെയ്യണം. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഹെയർ വാഷും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉച്ച ആയപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉച്ചയായപ്പോൾ അല്ല, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോൾ ലുലുവിലെത്തി ഗൈസ്. അവിടെ 5 മണിക്കാണ് കയറാനുള്ള ഫെയറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടൈമിൽ ലുലുവിൽ നിൽക്കാനും പറഞ്ഞ് ലുലുവിലോട്ട് വന്നിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും താത്തായും കൂടെ അവിടെ കയറിയാണ്. ഈ താത്ത അവിടെ കയറിയപ്പോൾ തൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല ഗൈസ്. ഇങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. KFCയിലോട്ടാണ് പോയത്. KFCയിൽ അന്ന് വെനസ്ഡേ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ അവിടെ പോയി നിറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫെയറിലോട്ട് വന്നു. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ഫെയറിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് സ്പാ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ തൊട്ട അടുത്ത കസേരയിലായിട്ട് താത്തായും വന്നിരിപ്പുണ്ട്. ഫസ്റ്റ് എന്നെയാണ് വിളിച്ച് കൊണ്ടുപോയി ഹെയർ വാഷൊക്കെ ചെയ്ത് അവിടെ കൊണ്ട് ഇരുത്തിയെങ്കിലും എനിക്ക് മുമ്പേ സ്പാ ചെയ്തിറങ്ങിയത് താത്തായാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് പൊതുവെ അങ്ങനെയാണ്. എപ്പോഴും ഞാനാണ് ഫസ്റ്റ് പോകുന്നതെങ്കിലും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. അപ്പം ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്തതിന് ശേഷം അവിടെ വന്ന് ഇരിക്കുകയാണ്. ഞാനൊന്ന് മുഖം കൂടെ കഴുകിയായിരുന്നു. മുഖം കൂടെ കഴുകിയപ്പോൾ ഫുള്ള് തണുത്ത് ഉറച്ചിപ്പോൾ അവിടെ ഇരിക്കുകയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ചെമ വരുന്നുണ്ട് നല്ല രീതിയിൽ. നല്ല തണുപ്പായിരുന്നു. അവിടെ ഫുൾ AC ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ചെമ ഉണ്ട്. കാരണം ഇന്നലെ സ്മൂത്തനിങ് കഴിഞ്ഞ് വന്നപ്പോഴേ ഒരുവിധം പനി പിടിച്ചൊരു ഇതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ തണുപ്പും കൂടെ അടിച്ചപ്പോൾ ഞാൻ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ച് വീട്ടിൽ ചെന്നാൽ പനിയായിരിക്കുമെന്ന്. കാരണം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ, പനി വരണം. ആ ഒരു ഇതെനിക്കറിയായിരുന്നു. അവിടെ നിന്ന് അടിപൊളിയായിട്ട് തല മസാജ് ചെയ്തതെന്ന്, മസാജിൻ്റെ ക്രീമൊക്കെ തേച്ചിട്ട് അടിപൊളിയായിട്ട് ഹെഡ് മസാജ് ചെയ്തതെന്ന്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുക. ഞാൻ ഹീറ്റ് ചെയ്തില്ല. സ്പാ ചെയ്ത് ചില സമയത്ത് ഹീറ്റ് ചെയ്യും. കാരണം ഹെയർ ഫാൾ ചെറുതായിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഹീറ്റ് ചെയ്യാനായിട്ടിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹെയർ വാഷ് ചെയ്യാനായിട്ട് വിളിച്ച് കുറച്ച് നേരം അവിടെ ഇരുത്തിയിരുന്ന് അവിടെ വാഷ് ചെയ്യുന്ന ഇത് മാറി വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ തണുത്ത് വരച്ച് അവിടെ ഇരുന്നിട്ട് ബസ് കയറി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.